ഹലോ ക്വീസ്, നിങ്ങൾ പൂക്കളം ഇടാൻ പോവാ? എന്നെ ചെയ്യാൻ പോണ കുഞ്ഞ? പൂക്കളോ? ആ പൂവിന്റെ പേരെന്നാ? അതിന്റെ കളറൊക്കെ എന്നാന്ന് പറഞ്ഞു കൊടുത്തേ. ജമന്തി, വാടാമുല്ല, ആ മഞ്ഞ. നമുക്ക് ഒരുക്കാം. ഹലോ, കുഞ്ഞാപ്പിയാണെങ്കിൽ ആദ്യമായിട്ടാണ് പൂക്കളം ഇടാൻ കൂടുന്നതൊക്കെ. ഞങ്ങളും ഈ വെളിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂക്കൾ മേടിച്ചിട്ട് അത്തപ്പൂക്കളം വീട്ടിലിടുന്നത്. ഇതിപ്പോൾ കുഞ്ഞാപ്പിയുടെ ചേട്ടാ, ഞാൻ ചേട്ടായി എന്ന് വിളിക്കണം, അപ്പം ചേട്ടായി മേടിച്ചുകൊണ്ട് വന്നതാണേ. അപ്പോൾ അവന് ഇത് ഒരുക്കണേ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇതെല്ലാം പറിച്ചെടുക്കണേ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കൊച്ചതുപോലെ ചെയ്ത് നോക്കുക. ആദ്യം 5-6 ചെയ്തു, അപ്പം ശരിയായി. അപ്പോൾ ഇതൊക്കെ മുഴുവനും അവൻ തന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റായി ചെയ്യാനൊക്കെ ആയിട്ട്. ആദ്യം ഇങ്ങനെ ഞുള്ളി എടുക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു എങ്ങനെയാണെന്നൊക്കെ. എന്നിട്ട് പിന്നെ ഇങ്ങനെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞത്തേക്ക് പുള്ളി അങ്ങ് ചെയ്തത്തേക്ക് ഓക്കെ ആകുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പം എന്നെ കൊണ്ട് ഒന്നും തൊടിയിക്കത്തൊന്നുമില്ല അവൻ തന്നെ. ഇടയ്ക്ക് അതിൻ്റെ ആ അടിയിൽ നിന്നുള്ള അത് പിന്നെ മൂക്കാത്തതായതുകൊണ്ട് കുഴപ്പമില്ല, അതിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലല്ലേ ചെയ്യുന്നത്. കൊച്ചിന് അതൊരു സന്തോഷം അവന് ചെയ്യുന്നതിൻ്റെ. അവന് നന്നായിട്ട് കോൾഡൊക്കെ വന്നിട്ട് ഭയങ്കര ഇതായിട്ടിരിക്കുക. എന്നാലും അവൻ ഭയങ്കര ആഗ്രഹത്തിന് പുറത്തങ്ങനെ ചെയ്ത് തരാണ്. അപ്പോൾ ഡിസൈനൊന്നും നമുക്ക് മനസ്സിലൊന്നുമില്ല, ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, കുറച്ച് ഇതായിട്ട് ചെയ്യണം എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക. നടുക്ക് എന്തെങ്കിലും ഈ പൂ തന്നെയാണെങ്കിൽ വെക്കണം എന്നൊക്കെ ഞങ്ങൾ നേരത്തെ പണ്ടൊക്കെ ആണെങ്കിലും ഇതിപ്പോൾ ഞാൻ ഒരപ്പം പോലെ ഇട്ടിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം എന്നുള്ളൂ. പുള്ളി അതിന് നിരത്തിയെടുക്കുകയാണേ. കുഞ്ഞു വാവയല്ലേ, പഠിക്കുന്നൊക്കെയല്ലേ ഉള്ളൂ, റൗണ്ടൊക്കെ ആക്കി എടുക്കാൻ. പിന്നെ കുഞ്ഞു വാവയുടെ പോലെയുള്ള കുസൃതികളൊക്കെ ഇടയ്ക്കെല്ലാം കാണിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ശരിയാക്കി വെക്കും, പിന്നെ അത് എടുക്കും, അങ്ങനെയൊക്കെ ഭയങ്കര കുസൃതി കാട്ടായങ്ങളൊക്കെയാണ്. ഇടയ്ക്ക് വഴക്കും ഉണ്ടാക്കും ഞങ്ങൾ. അവനത് എടുത്തുകൊണ്ട് പോവും, വേറെ ഇടാനാണെന്നും പറഞ്ഞുകൊണ്ടൊക്കെ പിടിച്ച് പറിക്കേണ്ടിയൊക്കെ വരും. അപ്പം നമ്മളിവിടെ നേരത്തെ ഇങ്ങനെ അത്തപ്പൂക്കളമൊക്കെ ഇടുവാണല്ലോ. ഇവിടെയുള്ള ഈ ഇങ്ങനെ കയ്യാലയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പുല്ല് അങ്ങനത്തെയൊക്കെ എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഒരിത് ഇടണമെന്നുണ്ട്. അപ്പം നമ്മളെ ഈ കയ്യാലയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു പുല്ലില്ലേ, അതാണ് എടുത്തേക്കണത്. അയ്യോ, ഇതിന് പേരെന്നായിരുന്നു പറയുന്നേ, മറന്നുപോയല്ലോ. അപ്പോൾ അതിങ്ങനെ വട്ടത്തിൽ ആക്കി കൊടുത്തപ്പോൾ ഒരു ഇച്ചിരിയും കൂടെ വലുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. ഒരു മഞ്ഞയും ഓറഞ്ചും തന്നെയുള്ള ഇതിൽ നിന്നൊരു നല്ല ഒരിത് മാറ്റം വന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങളിട്ട അത്തപ്പൂക്കളം എന്നൊക്കെ പറയണം കേട്ടോ. ഇതിൻ്റെ ഔട്ട്ലൈനായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ലേറ്റൊക്കെ മായ്ക്കുന്ന പച്ചയില്ലേ, അതിൻ്റെ ഒരു നീല പോലത്തെ പൂ ഉണ്ടായിരുന്നു, അത് എടുത്തിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതെല്ലാം എടുത്ത് പള്ളേ കളയുക. ഞാൻ കുറേ തവണ ഇടാൻ ശ്രമിച്ചു, എന്നിട്ട് അവനെ സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ നടുക്ക് ഞാനൊരു മഞ്ഞ ജമന്തി പൂവ് എടുത്ത് ഒളിപ്പിച്ച് വെച്ച് അതിന് നടുക്ക് വെക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് അത് അവനെടുത്ത് അതിൽ നിന്ന് കുറച്ച് പിച്ചിപ്പറിക്ക് അതേ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കലാണ്.